കശുവണ്ടി ഫാക്ടറി വിവാദത്തെക്കുറിച്ച് സംസാരിക്കുവാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. അത് അവരോട് തന്നെ ചോദിച്ചറിയാം. എന്താണ് അന്ന് സംഭവിച്ചത്? അവിടെ ഫാക്ടറിയിലെ മുതലാളിയും കൂട്ടരും വന്ന് ഞങ്ങളെ 3 പേരെയും തട്ടിക്കൊണ്ടുപോയി. എന്തിനായിരുന്നു അത്? അണ്ടി മോഷ്ടിച്ചതിനാ ഞങ്ങളെ കൊണ്ടുപോയത്. കശുവണ്ടി മോഷ്ടിച്ചതിനാ കൊണ്ടുപോയത്. അതെ സാറേ, മുതലാളി പറഞ്ഞിട്ടാണ് കശുവണ്ടിയെല്ലാം ഞങ്ങൾ വാങ്ങിച്ചു വെച്ചത്. അതിപ്പോ ഇവിടെ കാണാത്തിന് ഞങ്ങൾ എന്ത് ചെയ്യാനാ? അത് തന്നെ. ഞങ്ങൾക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. എന്റെ പെണ്ണുപിള്ളേ മാസം തോറും 1 ലക്ഷം രൂപയാണ് അയക്കുന്നത് പുറത്തുനിന്ന്. അത് ചിലപ്പോ 1.5, 2.5 ആവാറുണ്ട്. എന്ത് ജോലിയാണത്? അതെ, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചോദിക്കരുത് കേട്ടോ. അല്ല, ഇത്രയും വരുമാനമുള്ളപ്പോ ഈ ഒരു ജോലിക്ക് വരേണ്ട ആവശ്യമുണ്ടോ? അതെ, വട്ടച്ചെലവിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ജോലിക്ക് വരുന്നത്. ഇവിടുത്തെ കാശ് കിട്ടിയിട്ട് ഞങ്ങൾക്ക് എന്തെടുക്കാനാണ്? മുതലാളി എപ്പോഴും മുതലാളിയും ഞങ്ങളെല്ലാം തൊഴിലാളികളുമായിട്ടാണ് അയാൾ എപ്പോഴും കാണുന്നത്. അതിപ്പോ അങ്ങനെയല്ലേ? പഠിച്ചു വെക്കാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊള്ളാമാക്കല്ലേ. ജാതി പറ. അത് വേണോ? അതാണ് ഇപ്പൊ ട്രെൻഡ്. പിന്നെ ഞങ്ങൾ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു. ഞങ്ങൾ കാറിൽ കയറാൻ നേരത്ത് നീയൊക്കെ ചോദിച്ച് ഞങ്ങളെ കളിയാക്കി. ആ ഞരമ്പനെ നിന്നെ വെളുപ്പാൻ രാവിലെ വിളിക്കുന്നതേ ഒന്ന് പറ. പിന്നെ എനിക്ക് കുറച്ച് തൊലി എളുപ്പമുള്ളതുകൊണ്ട് മുതലാളിയുടെ മോനുണ്ടല്ലോ, അയാളാണെങ്കിൽ വെളുപ്പിന് 3 മണിക്ക് വിളിച്ചിട്ട് ഉറങ്ങിയോ, പിന്നെ ഫുഡ് കഴിച്ചോ, എങ്ങനെ സുഖമാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇയാൾക്ക് എന്തിൻ്റെ കേടാണ്? എന്നെയും വിളിക്കാറുണ്ടായിരുന്നു. ആ കാര്യത്തിലോട്ട് വരാം. നിങ്ങൾ കശുവണ്ടി വാങ്ങിയതായിട്ട് CCTV ദൃശ്യങ്ങളുണ്ട്. അത് തിരിച്ചു വിറ്റതായിട്ട് ഒരു കണക്കുമില്ല. അപ്പൊ പിന്നെ സംശയിക്കുന്നതിൽ തെറ്റുണ്ട്. അതെ എൻ്റെ പൊന്ന് സാറേ, എത്രയോ വണ്ടികൾ, കശുവണ്ടികൾ ഫാക്ടറിയിലോട്ട് വരുന്നു. അതിൽ ഞങ്ങൾ വാങ്ങി വെച്ചത് എവിടെ പോയെന്ന് ചോദിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യാനാ? എന്നാ പിന്നെ ശരി. അതെ, ഞങ്ങൾ 3 പേരും കൂടി കരയുന്നൊരു സീൻ എടുക്കാമോ? അതാകുമ്പോ കുറച്ചുകൂടി സിമ്പതി കിട്ടും. അതെ 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 അതെ.